ഇന്ന് ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ഡേ ആയിപ്പോയി. വേറൊന്നുമല്ല, എനിക്ക് രാവിലെയും വൈകിട്ടും രണ്ടും വർക്ക് ഉണ്ട്. ആക്ച്വലി ആ രണ്ടാമത്തെ വർക്കിൻ്റെ കഥയാണ് നമുക്ക് കാര്യമായിട്ടൊന്ന് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് രാവിലത്തെ വർക്കിന് പോവാം. അപ്പം ഞാൻ പോണതിന് മുന്നേ എൻ്റെ ആമിനാനെയും ഫാത്തമ്മനൊക്കെ ഫുഡൊക്കെ കൊടുത്ത് അവരെ സൈഡാക്കി അങ്ങനെ ഫസ്റ്റ് ലൊക്കേഷനിലെത്തി. ഫസ്റ്റ് ലൊക്കേഷൻ അങ്കമാലിയിലായിരുന്നു. അങ്കമാലിയിൽ നിന്ന് കുറച്ചൊന്നുള്ളിലേക്ക് വരണം. അങ്ങനെ നമ്മൾ കാര്യമായിട്ട് വലിയ ഡ്രസ്സിംഗ് ഒന്നും ഇല്ലെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരുങ്ങി സെറ്റായത് നിന്നപ്പോഴേക്കും നമ്മുടെ കഥയിലെ ട്വിസ്റ്റ് വരുന്നത്. അപ്പോൾ ഈവനിങ് ഒരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വർക്കിൻ്റെ അവരെ വിളിച്ചിട്ട് പറഞ്ഞു വർക്ക് ക്യാൻസൽ ആയിട്ടുണ്ട്, എന്നതാണ് റീസൺ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നമ്മൾ ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്തു. അതേ സമയം എനിക്ക് അപ്പം തന്നെ അടുത്ത വേറൊരു വർക്ക് വന്ന്, അത് തൊടുപുഴയിലേക്ക്. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഓക്കെ നമുക്ക് വേറെ വർക്ക് എടുക്കാമല്ലോ ഒന്നും കരുതി അപ്പം തന്നെ വിട്ടുപിടിച്ച് അവിടുത്തെ വർക്കും കഴിഞ്ഞിട്ട് നേരെ തൊടുപുഴയിലേക്ക്. തൊടുപുഴയിൽ എത്തിയപ്പോഴോ അടിപൊളി ഒരു വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, 25th. അപ്പോൾ ഞാൻ അവിടെ എത്തി. ഓൾറെഡി 2-3 ഡ്രസ്സ് ഞാൻ കയ്യിൽ കരുതാറുണ്ട് ഇങ്ങനെ 2 വർക്കിന് പോകുന്ന ദിവസങ്ങളിൽ. അപ്പോൾ എനിക്ക് ഒന്നും നോക്കേണ്ടി വന്നില്ല. കയ്യിൽ കരുതിയ ഒരു ഡ്രസ്സും എടുത്തിട്ട് ഫുൾ സെറ്റായി. അവിടെ കംപ്ലീറ്റ് കാണാൻ അടിപൊളിയായിരുന്നു. ബിക്കോസ് ഏറ്റവും റൂഫ് ടോപ്പിൽ 19th ഫ്ലോറിലായിരുന്നു നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞാൻ അവിടെ ചെന്നിട്ട് ഒന്നാമത് എന്താ പറയുക, നല്ല മഴയായിരുന്നു. സോ ഓൾമോസ്റ്റ് ഭയങ്കര ഒരു കോസി ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ ഒട്ടും വൈകിപ്പിക്കാതെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ടായി. ഇവരുടെ 2 പേരുതാണ് കേട്ടോ 25th വെഡിങ് ആനിവേഴ്സറി. അടിപൊളി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു അച്ഛനും അമ്മയല്ല, ബട്ട് ഡിഫറെൻ്റ്ലി ഫുൾ വൈബായിട്ടുള്ള ഒരു പാരൻസ് ആയിരുന്നു 2 പേരും. അടിപൊളി. അവർ പരസ്പരം അവിടെ നിന്ന് പ്രപ്പോസ് ചെയ്ത് മോതിരമിട്ട് മാലയിട്ട് അങ്ങനെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അത്രയുള്ളൂ. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.